പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിന്റെ ഖുറയാത്ത് ശമൂന എന്നറിയപ്പെടുന്ന ലബനാനിന്റെ അതിർത്തിയിലുള്ള ഒരു ഭാഗമാണ്. അവിടെയുള്ള ഒരു മേയറാണ് ഇപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് ഞങ്ങൾ ലബനാനിലെ ഹിസ്ബുള്ളയോടാണോ സഹായം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ മറ്റൊരു മേയർ ചാനൽ 12 മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഖുറയാത്ത് ശമൂനയിൽ നിന്നും അതിഭീകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് അറബിയിൽ ഇതിന്റെ അർത്ഥം സബ് ടൈറ്റിൽ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ കൂടുതൽ പരിഭാഷകളുടെ ആവശ്യം ഉണ്ട് എന്ന് തോന്നില്ല. കഴിഞ്ഞ ദിവസം വന്ന മേയർ പൊട്ടിക്കരയുകയാണെങ്കിൽ ഇദ്ദേഹം ആക്രോശിക്കുകയാണ് ചെയ്യുന്നത് ഭരണകൂടത്തിനെതിരെ. നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത്, ഒരു സൈനികനെ നിങ്ങൾ യുദ്ധകളത്തിലേക്ക് അതിന് പൂർണ്ണമായ സെക്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ടാങ്കുകൾക്കുള്ളിലല്ലാതെ അയക്കുമോ? അതേസമയത്ത് എന്തുകൊണ്ട് ഖുറയാത്ത് ശമൂന ഭാഗത്തുള്ള അതിർത്തിയിലുള്ള ആളുകളെ ഒരു സംരക്ഷണവും ഇല്ലാതെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾക്ക് ഇരയാക്കാൻ വേണ്ടി അവരെ വെച്ചു കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, അവിടെ അപകടം പറ്റിയ ആളുകൾ, അവർക്ക് മതിയായ ചികിത്സകളില്ല. മാത്രമല്ല, സൈനികർക്ക് അപകടം പറ്റുമ്പോൾ നിങ്ങൾ ഹെലികോപ്റ്റർ വഴി അവരെ കൊണ്ടുപോകുന്നുവെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ചികിത്സ നിങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല? ഇതിന് മറുപടി നിങ്ങൾ പറയണം. ഞങ്ങൾ ആരാണ്? ഈ നാട്ടുകാരല്ലേ? അതാണ് രസം. ഞങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അടുത്ത് പോയി സഹായം ചോദിക്കണോ, അതല്ല ഞങ്ങളുടെ നാട്ടിലെ ഭരണകൂടത്തോടാണോ ഞങ്ങൾ സഹായം ചോദിക്കേണ്ടത്? ഇത് പറയുന്നത് ഇവിടെയുള്ള ഒരു മേയറാണ്, ഒരു ഭരണാധികാരിയാണ് എന്ന് വരുമ്പോൾ എത്രമാത്രം വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ടത്, 6 ദിവസത്തെ 6 ഡേ വാറിൽ അറബികളെ ഒന്നുമല്ലാതെ ആക്കി എന്ന് പറയുന്ന ഇസ്രയേലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹിസ്ബുള്ള എന്നറിയപ്പെടുന്ന ലബനാനിലെ യഥാർത്ഥ ഭരണകൂടമല്ല അത്. ഏതാനും ചില സായുധ സംഘമാണ്. ആ സംഘത്തിന് മുന്നിലാണ് ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. മാത്രമല്ല, ടാങ്കുകൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോ ഇസ്രയേലിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ടാങ്ക് തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് FPV ഡ്രോണുകളാണ്. ഈ ഡ്രോൺ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ ഉപരിതലത്തിൽ താഴ്ന്നു പറക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്തി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. മാത്രമല്ല, അതിനെ തകർക്കാൻ ഏറ്റവും ഉചിതമായ ഭാഗത്ത് തന്നെ എത്തിച്ച് അതിനെ പൊട്ടിച്ചു കളയാൻ കഴിയും. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. എന്തായാലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഹിസ്ബുള്ളയോട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടേണ്ട ഗതി എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രത്തിന് പകരം ഞങ്ങൾ അവരെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. പച്ചക്കള്ളം മീഡിയകളുടെ മുന്നിൽ പോയി പറയുകയല്ലാതെ ഈ ആളുകൾക്ക് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത് എന്ന് ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ആളുകൾക്ക് സംരക്ഷണത്തിന് വേണ്ടി, അവരെ ചികിത്സയ്ക്ക് വേണ്ടി ഈ മേയർ പറയുന്നത്, എനിക്ക് എന്ത് സാമ്പത്തിക സഹായമാണ് ഭരണകൂടം നൽകുന്നത്? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള 28% ആളുകൾക്കും ഇപ്പോൾ വായിക്കാനും എഴുതാനും അറിയാത്ത ദുരന്തമാണ് അവിടെ ഉള്ളത്. ഇസ്രയേലിന്റെ ഇതല്ലാത്ത പല ഭാഗങ്ങളിലുള്ള ആളുകൾ അവർ സ്കൂള് തുറന്ന് പഠനത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? അതേ സമയത്ത് ഹിസ്ബുള്ളയുടെ ലബനാനോട് അടുത്ത് താമസിക്കുന്ന ആളുകൾ അവരിപ്പോഴും അവരുടെ ഷെൽട്ടറുകളിൽ തന്നെ, ബങ്കറുകളിൽ തന്നെ അഭയം പ്രാപിക്കേണ്ട സാഹചര്യമാണുള്ളത്. അവർക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല, 2 വർഷമായി റോഡുകളെല്ലാം തകർന്ന് പൊളിഞ്ഞു കിടക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ. 2 വർഷമായി ഈ റോഡുകളൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് നന്നാക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഇസ്രയേലിനകത്ത് എന്തെല്ലാമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ഈ വീഡിയോ കേട്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലാകും. നമ്മളൊക്കെ ഇസ്രായേൽ എന്തോ വലിയ ശക്തിയാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യം അതിനപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.
സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.